ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസ് കട്ടിങ് വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. അപ്പോൾ ഇത് ഒരുമിച്ചിട്ടെന്ന ഒത്തിരി ലെങ്തി ആയിട്ട് തോന്നി. അതുകൊണ്ടാണിത് കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ ആയിട്ട് ഇട്ടത്. അപ്പം ഞാനതിൽ ബ്ലൗസ് ബാക്ക് കളവ് ആദ്യം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് കളവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഫ്രണ്ടിൽ അളവൊന്നും എടുക്കാതെ തന്നെ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ഇപ്പോൾ അളവുകളൊക്കെ എല്ലാം പെട്ടെന്ന് അങ്ങനെ പിടുത്തം കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൽ നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ഞാൻ കഴുത്ത് മറിച്ചടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ നല്ല തുണി അത്യാവശ്യം കട്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കട്ടിയില്ലാത്ത തുണിയാണെങ്കിൽ ഇങ്ങനെ ഒട്ടും ചെയ്യരുത്. കാരണം ബ്ലൗസ് ബാക്ക് നെക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് വെട്ടി കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിഫോ ക്രോസ് പീസോ വെച്ചിട്ടൊക്കെ മറിച്ചടിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. ടോപ്പിനെടുത്ത മെറ്റീരിയൽ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മറിച്ചടിക്കുന്നത്. നമ്മൾ പട്ടിൻ്റെ തുണി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. തുണി പെട്ടെന്ന് വെട്ടി കീറിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ കോട്ടനാണ് മെറ്റീരിയൽ, അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ കഴുത്ത് ഞാൻ മറിച്ചടിച്ചിട്ടുണ്ട്. നല്ല തുണിയുടെ നല്ല വശത്തോട്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ മറിച്ചടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് വെട്ടി കൊടുത്തിട്ട് നല്ലോണം പതിഞ്ഞിരിക്കാൻ വേണ്ടി എല്ലാ മൂലയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് നമ്മളത് നേരെ അകത്തേക്ക് ലൈനിങ് തുണി വെക്കും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ കഴുത്ത് ആദ്യം അടിച്ചതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് അതുമേ കൂടി പതിച്ചടിക്കാൻ പോണേണ്. ഈ പതിച്ചടിക്കുന്നത് ഒരിക്കലും നല്ല തുണിയിലടി വരരുത് കേട്ടോ. അത് ലൈനിങ് തുണിയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അടിപ്പുകളൊന്നും തന്നെ നല്ല തുണിയിൽ വരരുത്. അങ്ങനെ അടിപ്പുകൾ കണ്ടാൽ നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഭംഗി പോയി. അഥവാ അങ്ങനെയൊക്കെ ചെയ്യണമെന്നെങ്കിൽ തന്നെ നമ്മൾ ഹെമ്മിങ്ങോ അങ്ങനെ വല്ലതും ചെയ്യണം. അല്ലാതെ സ്റ്റിച്ചിങ് ഒരിക്കലും ഈ നല്ല തുണിയിൽ കാണാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് ഭംഗി. ഇപ്പോൾ കഴുത്തൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മറിച്ചിട്ടടിച്ചിട്ട് പിന്നെയും പുറത്തിട്ടൊന്നും അടി വരരുത്. അതൊരു ഭംഗിക്കേടാണ്. നമ്മളെപ്പോഴും അകത്തിട്ട് തന്നെ അടിക്കുക. അപ്പം ഞാനിപ്പോൾ പതിച്ചടിക്കുന്നത് തുണി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, പതിച്ചടിക്കുന്നത് ലൈനിങ് പീസിലാണ്. അപ്പോൾ അതിൻ്റെ നെക്കിൽ പുറത്തിട്ട് ഒരടി പോലും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2 അടിയായല്ലോ, അപ്പോൾ അത് അത്രയും മതി. ഇനി ഇത് പതിച്ചിട്ട് പുറത്തിട്ട് ഒരിക്കലും അടിക്കരുത്. അടിച്ചാൽ അത് വൃത്തികേടാണ്. അപ്പോൾ ഞാനത് പതിച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിൽ നല്ല തുണി കൂടുതലിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ലൈനിങ് തുണിയാണ് കറക്റ്റ് അളവിലെടുത്തേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ കഴുത്തടിച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന ഭാഗം നമുക്ക് അയൺ ചെയ്തിട്ട് ഇപ്പോൾ ലൈനിങ്ങിൻ്റെ അളവിൽ ചുറ്റിനും ഒന്ന് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ഇപ്പം ഞാൻ കഴുത്ത് മാത്രം അടിച്ച് മാറ്റി വെച്ചു. കാരണം ഇതെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കണം. അയണിങ് ആണ് തയ്യലിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അയൺ ചെയ്തെടുത്താലല്ലേ. ഇപ്പം നമ്മൾ തയ്ക്കുമ്പോൾ, ഇപ്പോൾ തുടക്കക്കാരൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കൊടുത്തിട്ട് തയ്ച്ച് കിട്ടണ പോലെ ആ ഒരു പെർഫെക്ഷൻ വരുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. കാരണം അവരൊക്കെ ഒരു 2-3 തവണ ഈ പീസുകളൊക്കെ അയൺ ചെയ്തിട്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ചെടുത്തു. ഫ്രണ്ട് നെക്കിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ആ കഴുത്ത് ഭാഗമാണ് ഞാൻ ആദ്യം തയ്ച്ചെടുക്കുന്നത്. അതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങളും എടുക്കുക. 1/4 ഇഞ്ച് അകലത്തിലാണ് എടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഞാൻ സ്വിങ് അലവൻസ് ഇട്ടോ ഫ്രണ്ട് പീസിലെന്ന്. ഞാൻ ഇട്ടായിരുന്നു. അതായത് നമ്മൾ ബാക്ക് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ട്രയാങ്കിൾ പോലെ ഒരു ഷേപ്പ് പുറത്തേക്ക് വരച്ചിട്ടുണ്ട്. അതാണ് ഫ്രണ്ട് പീസിൻ്റെ സ്വിങ് അലവൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫ്രണ്ടിൽ നമ്മൾ വേറെ ഒരു അളവും എടുത്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, തുടക്കക്കാർക്ക് അളവൊന്നും നോക്കാതെ എളുപ്പത്തിൽ തയ്ക്കാമെന്ന് പറഞ്ഞാൽ ബാക്കിൽ 2 അളവ് എടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് കൈക്കുഴിയുടെ താഴെയുള്ള ഭാഗം അളവെടുക്കേണ്ട രീതി ഞാൻ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ബ്ലൗസ് താഴെ വശം തന്നെ അളവ് കൊടുക്കുക. ഈ 2 അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലൗസ് വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് ബ്ലൗസിനൊക്കെ പറയുവാണെങ്കിൽ
ഒത്തിരി അളവുകളൊക്കെ ഇങ്ങനെ പഠിച്ച് ചെയ്യാനുണ്ട്. പക്ഷേ തുടക്കക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പുറകോട്ട് മാറും. അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ച് ചെയ്യുമെന്ന്. പക്ഷേ ഈ രീതിയിലാണെങ്കിലുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബ്ലൗസുകളൊക്കെ തയ്ച്ചെടുക്കാം. പിന്നെ നമ്മളിതൊക്കെ തയ്ച്ച് കുറേ ആയി വരുമ്പോൾ നമുക്ക് ഈ അളവ് വെച്ച് പറയുമ്പോൾ പിന്നീട് എളുപ്പം മനസ്സിലായിക്കോളും. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ തന്നെ അടിച്ചിട്ട് ആ ലൈനിങ്ങിലോട്ടാണ് പതിച്ചടിക്കുന്നത്. പുറത്ത് നല്ല തുണിയിൽ ഒരിക്കലും അടി വരരുത്. ഇപ്പോൾ ലൈനിങ്ങിലാണ് ആ ബാക്ക് നെക്ക് എടുത്ത പോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഞാൻ അടിച്ചെടുത്തത്. ഇതെല്ലാം ഞാൻ മടക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിക്ക് അയൺ ചെയ്തെടുക്കണം. അതായത് നെക്ക് ഭാഗം അടിച്ചവിടേക്ക് നല്ലതായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താലുണ്ടല്ലോ ആ നെക്കിൻ്റെയൊക്കെ പെർഫെക്ഷൻ കിട്ടും. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് കട്ടിങ് പീസാണ്. കട്ടിങ് പീസ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ചു, ഫ്രണ്ട് നെക്ക് തയ്ച്ചു. ഇനി കട്ടിങ് പീസും കൂടി തയ്ച്ചെടുക്കണം. അപ്പം നല്ല ലൈനിങ് തുണി ഞാൻ 2 പീസ് എടുത്തായിരുന്നു. നല്ല തുണി 1 പീസും എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു സ്റ്റിഫൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒത്തിരിയും കൂടി പെർഫെക്റ്റായിട്ടൊക്കെ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റിഫ് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ നാളായി ഇപ്പോൾ തയ്ച്ചിട്ടൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ തയ്യലിൻ്റെ സാധനങ്ങളൊന്നും തന്നെ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്കിത് അലർജിയാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ജലദോഷം ഇതൊക്കെ തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തയ്യലങ്ങ് കുറച്ച് ഒഴിവാക്കിയത് തന്നെ. അപ്പം ഞാൻ കട്ടിങ് പീസ് വെച്ചിട്ട് ആദ്യം ഒരു ലൈനിങ് പീസ് വെച്ചു. പിന്നെ നമ്മുടെ നല്ല തുണി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വേറൊരു ലൈനിങ് പീസും കൂടി വെച്ചിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് താഴേക്ക് ആക്കുമ്പോൾ ആ നല്ല തുണി മേളിൽ വരും. എന്നിട്ട് ഈ ലൈനിങ് പീസിലോട്ട് നമ്മൾ പതിച്ചടിക്കണം. ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു ലൈനിങ് പീസ് വെക്കുക, നടുക്ക് തന്നെ നമ്മുടെ നല്ല തുണി, അതിൻ്റെ പുറത്തൊരു ലൈനിങ് പീസും കൂടി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ ആ ലൈനിങ് പീസ് താഴോട്ടാക്കുക. എന്നിട്ട് അതുമേലോട്ട് പതിച്ചടിക്കുക. ഒരിക്കലും കട്ടിങ് പീസിൽ അടി വരരുത്. അതായത് കട്ടിങ് പീസിൽ നല്ല തുണിയിൽ അടി വരരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നമ്മൾ വൃത്തിക്കൊന്ന് അയൺ ചെയ്തെടുക്കുക. അയണിങ് എന്ന് പറയുന്നതാണ് തയ്യലിൻ്റെ പെർഫെക്ഷൻ. അത് നമ്മൾ മടി വിചാരിക്കരുത്. അയ്യോ ഞാനിപ്പോൾ തേക്കണമല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങളിങ്ങനെ ഒന്ന് തേച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. നമുക്ക് ആ കടയിൽ നിന്നൊക്കെ നമ്മൾ തയ്ച്ച് മേടിക്കുന്ന ആ പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് ഈ അയണിങ്ങിലാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പം നമ്മൾ ആദ്യം കട്ടിങ് പീസ് ഒരെണ്ണം അളവ് മാത്രം ചെയ്തിട്ട് ബാക്കിയെല്ലാം അളവില്ലാതെ കുറച്ച് നീട്ടിയൊക്കെ എടുത്തത്. അതാണിപ്പോൾ ആ വ്യത്യാസം വരുന്നത്. അളവിലുള്ളതായിട്ട് നമ്മളിപ്പോൾ തയ്ച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്കി വശം അങ്ങോട്ട് വെട്ടിക്കളയും നമ്മൾ. എന്നുവെച്ചാൽ തുണി ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് മറ്റേ തുണി നല്ല തുണിയൊക്കെ അധികം ഇട്ട് വെട്ടിയേക്കുന്നത് കേട്ടോ. ഇപ്പം അതൊക്കെ ഞാൻ അയൺ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളെപ്പോഴും തേക്കുന്ന കാര്യത്തിൽ മടി വിചാരിക്കരുത്. നമ്മളത് എത്ര ഇതാണെങ്കിലും ആദ്യം ഒന്ന് തേക്കണം. അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ നെക്കൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് അയൺ ചെയ്യണം. അതിലാണ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വരുന്നത്. ഇപ്പം ഞാൻ ബാക്ക് പീസ് വിട്ട് ഇപ്പോൾ കണ്ടോ നല്ല തുണിയൊക്കെ നീണ്ട് നിൽപ്പുണ്ട്. അതൊക്കെ നമ്മൾ അതിലോട്ട് പതിച്ചടിച്ചിട്ട് ഈ തുണിയൊക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ അടിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, തുടക്കക്കാരൊക്കെ അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ നല്ല തുണി എത്താതെയൊക്കെ വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നല്ല തുണി നമ്മൾ കൂടുതലിട്ട് അടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ന് വെച്ചാൽ 4 വശവും ഒപ്പമൊക്കെ ആയിട്ട് ഈക്വലായിട്ടൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഇത് ലൈനിങ് തുണി നമ്മുടെ കറക്റ്റായിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇനി പതിച്ചൊന്ന് ചുറ്റിനും ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വശമൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇതുപോലെ ഫ്രണ്ട് നെക്കും നമ്മളൊന്ന് തേച്ചൊക്കെ എടുക്കുക. അപ്പം ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഞാനിതിൽ അധികം അളവുകളൊന്നും പറഞ്ഞു തന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ബാക്ക് കട്ടിങ്ങിൻ്റെ അളവ് മാത്രം പറഞ്ഞിട്ടാണ് അത് ഫ്രണ്ട് നമ്മൾ അതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലെ അളവൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. നമ്മൾ ചുറ്റിയുള്ള 2 അളവ് എടുത്തായിരുന്നു. ആ അളവ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ട് മറ്റു രീതിയിൽ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ അളവൊക്കെ വെച്ച് ചെയ്യുന്നതും എല്ലാ അളവെടുത്ത് ചെയ്യുന്നതും ബോഡിയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതും പിന്നെ നമുക്ക് ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചൊക്കെ തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ലീവ് ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്ത്, സ്ലീവിന് നമ്മൾ ലൈനിങ് ഇട്ടില്ലായിരുന്നു, കട്ടിയുള്ള തുണിയായത് കാരണം ഇട്ടില്ല. ഇനി ഞാൻ അതെല്ലാം ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. കണ്ടോ, ആ ലൈനിങ്ങിൻ്റെ അരികു വരുന്ന ഭാഗം വെച്ച് നമ്മൾ പതിച്ചടിക്കണം. അപ്പം
നല്ല തുണിയുടെ വശം ഇങ്ങ് നീണ്ടു നിന്നോളും. അതോർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ട, കാരണം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഇങ്ങനെ അടിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ കുടുക്കം വരാതെ അകത്ത് ലൈനിങ് തുണി ഇങ്ങനെ കുടുങ്ങി വലിച്ചൊന്നും അടിക്കരുത് ആരും. കറക്റ്റായിട്ട് ആ പതിയെ പതിയെ വെച്ച് കൊടുക്കുക. വലിച്ചൊക്കെ അടിച്ചാൽ തുണി അങ്ങോട്ട് എന്താ പറയുക, അത് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ പരമാവധി കുടുക്കം വരാതെ അകത്ത് ലൈനിങ് തുണി കുടുങ്ങി കിടക്കാതെ നമ്മൾ അടിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല തുണി നീണ്ട് നിൽക്കുവാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എല്ലാ വശവും നമ്മളൊന്ന് ചേർത്ത് അടിക്കുക. അപ്പം നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോഴേ ബാക്ക് നെക്ക് ഇതുപോലെ അടിക്കണതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം, ഈ ഫ്രണ്ടും ബാക്കും കൂടി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടുത്തെ അടിപ്പും നമുക്ക് കാണാതെ കിട്ടും. അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രോസ് പീസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, രണ്ട് ഇതും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ കാണത്തില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ആ അടിപ്പിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ വൃത്തികേടാവും. അതുകൊണ്ട് നമ്മളത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടോ, ആ നീണ്ടു നിന്നിരുന്ന തുണിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മൾ ആ രണ്ടെണ്ണം ഉണ്ടല്ലോ ഫ്രണ്ട് പീസ്, അതും ഒന്ന് കട്ട് ചെയ്ത് എല്ലാം മാറ്റിയെടുക്കുക. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ നന്നായിട്ട് കണക്കൊന്നുമില്ലാതെ പഠിക്കാൻ പറ്റിയൊരു ബ്ലൗസാണ്. നമുക്ക് അവരവരുടെ തന്നെ തയ്ച്ചെടുക്കാമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, പെട്ടെന്ന് കഴിയും കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഇതിൽ അളവുകളൊന്നും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചറിയാം, ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കൈയുടെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ നീളവും കൈവണ്ണവും കൈക്കുഴിയുടെ അളവും അത് ഞാൻ എടുക്കേണ്ട രീതി ഞാൻ ഇതിൽ കാണിച്ചില്ല. അതിനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. ഇതിപ്പോൾ ഞാൻ പലർക്കും സംശയം, ഈ ബ്ലൗസ് തയ്ക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയെന്നിരിക്കില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ തയ്യൽ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കിയാൽ അവരവർക്ക് വേണ്ട ബ്ലൗസ് അവരവർക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പം ഞാൻ ആ ടക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ മെയിൻ ടക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ടക്ക് ചെയ്യുന്നതുണ്ടല്ലോ, ആ മേളിൽ നമ്മുടെ അണ്ടർആമിൻ്റെ അവിടെ നിന്നുള്ള ടക്കും ഈ മെയിൻ ടക്കും കൂടി ഞാനൊന്ന് ജോയിൻറ്റ് ചെയ്താണ് താഴെ വരെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ആ അണ്ടർആമിൻ്റെ അവിടുത്തെ ആ നീണ്ടു വരുന്ന ടക്ക് ഉണ്ടല്ലോ, ആ ടക്ക് ഞാൻ നിങ്ങൾക്ക് അടിക്കുമ്പോൾ കാണാം കേട്ടോ. എനിക്കില്ലേ അത് അത്രയും അടുത്ത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോയും കൂടി ഇതിനായിട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ആ മെയിൻ ടക്കിലോട്ട് ഒറ്റയടി ആ അറ്റം തുടങ്ങി അവിടം വരെ അടിച്ചു. അപ്പോൾ നമുക്കൊരു പ്രിൻസസ് കട്ട് പോലൊക്കെ നമ്മൾ അടിക്കില്ലേ, അതുപോലെ കിട്ടും. ഭയങ്കര പോയിൻ്റായിട്ട് ഇങ്ങനെ നിൽക്കില്ല, ഇങ്ങനെ ചെറിയൊരു കർവായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ 1 ലെയർ സാരിയൊക്കെ ഉടുക്കുമ്പോഴേക്കും ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രിൻസസ് കട്ടിലും റെഡിമെയ്ഡ് ബ്ലൗസിലൊക്കെ ഇപ്പോൾ ഇങ്ങനെയല്ലേ. റെഡിമെയ്ഡ് ബ്ലൗസിൽ അവർ കപ്പ് വയ്ക്കും, പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ കപ്പ് ഇപ്പോൾ അത്യാവശ്യം ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇപ്പോൾ പലരും അതിൽ നിന്ന് അഴിച്ച് മാറ്റുക എന്ന് പറഞ്ഞിട്ടൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റിത്തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചെടുത്താൽ മതി. ആ കപ്പ് വേണ്ടവർക്ക് കപ്പ് വെച്ച് അടിക്കാം, ബുദ്ധിമുട്ടില്ല. അല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് ആ നീളത്തിലുള്ള ടക്കും ആ മെയിൻ ടക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തെന്നാൽ നമുക്ക് അത്യാവശ്യം ഭംഗിയിൽ ടക്ക് പോർഷൻ വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഹുക്സ് പോർഷൻ്റെ അവിടുത്തെ ഐ പോർഷൻ്റെ അവിടത്തെയും ആ ഒരു ടക്കും കൂടി ഒന്നിടുക. അപ്പോൾ അവിടെയും ഒരു ഷേപ്പ് കിട്ടും. പിന്നെ അണ്ടർആമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് വേണ്ടവർക്ക് ഇടാം. ഇനി ഞാനത് ഇടാറില്ല, അതുകൊണ്ടാണ് 4ാമത്തെ ടക്ക് അത് വേണ്ടവർക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഞാൻ കട്ടിങ് പീസും അതുപോലെ ലൈനിങ് പീസ് കറക്റ്റ് വരുന്ന ഭാഗത്ത് ചുറ്റിനും അടിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതിൽ കാണാം, നിങ്ങൾക്ക് കണ്ടോ. ആ ലൈനിങ് പീസ് കറക്റ്റ് വരുന്ന അളവ് ചുറ്റിനും തയ്ച്ചെടുക്കും. അവിടെ വെച്ചിട്ട് അതിൻ്റെ അരികെ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ കുടുക്കം വരാതെയൊക്കെ തയ്ക്കണം, എന്നാലേ ഭംഗി കിട്ടുള്ളൂ. തേക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അയൺ ചെയ്തിട്ട് വേണം ഇങ്ങനെ തയ്ക്കാനും. ഇടയ്ക്ക് തേക്കുന്ന ബുദ്ധിമുട്ട് ആരും വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആ ഒരു പെർഫെക്ഷനൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ കട്ടിങ് പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കട്ടിങ് പീസ് വെച്ചിട്ട്
കണ്ടോ ഈ ഫ്രണ്ടിൻ്റെ ആ ഇതിലേക്ക് ഈ കട്ടിങ് പീസ് ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇത് വയ്ക്കുമ്പോൾ പലർക്കും മറിഞ്ഞും തിരിഞ്ഞത് ഒരു പാടുമില്ല, നേരെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അടിച്ചാൽ മതി. അതുപോലെ ഇതും മറിച്ചും തിരിച്ചൊന്നും വെക്കരുത്, നേരെ ഇങ്ങനെ എടുത്ത് വെക്കുക, എന്നിട്ട് ഇതങ്ങ് മുകളിലോട്ട് മറിച്ച് വെക്കുക. കട്ടിങ് പീസ് അങ്ങ് മുകളിലേക്ക് മറിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ലെവൽ കിട്ടിക്കോളും. തുടക്കക്കാർക്കൊക്കെ തയ്ക്കുമ്പോൾ, ഞാനും ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, തയ്യലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഇത് തിരിഞ്ഞു പോകും. അപ്പുറത്തെ വശത്താണോ ഇപ്പുറത്തെ വശത്താണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമായിരുന്നു. ഇപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ, കറക്റ്റായിട്ട് ഉണ്ടോ നേരെ അപ്പുറത്തോട്ട് വെക്കുക, തയ്ക്കുക. പിന്നെ ഇതെല്ലാം തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഇവിടെയൊക്കെ കട്ടിങ് പീസിൻ്റെ അവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് ഇടണം. പിന്നെ എന്നിട്ട് ഇതങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല തയ്ക്കുന്നത്. വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഉണ്ടോ ഇപ്പം നമ്മൾ കട്ടിങ് പീസ് ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പം നമുക്ക് എല്ലാ വശവും കറക്റ്റായിട്ട് കിട്ടി. നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ നെക്കും കട്ടിങ് പീസൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ലെവൽ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ചിലവരുടെ ഇനി തയ്യലിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് തുടക്കക്കാർക്കൊക്കെ ഒരു വശം നീണ്ടു വരും, ഒരു വശം ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹുക്സ് പോർഷനും ഈ പോർഷനും തമ്മിൽ വ്യത്യാസം വരും കേട്ടോ. ആ ഭാഗത്ത് ഇപ്പം ഞാൻ കാണിക്കണ കണ്ടോ, ആ ഭാഗം നിങ്ങൾ കറക്റ്റ് ആണോ ഒന്ന് വെച്ച് നോക്കണം. കാരണം ഇനി കഴുത്തൊന്നും അടിക്കാനില്ല, കഴുത്തൊക്കെ നമ്മൾ മറിച്ചടിച്ച് കഴിഞ്ഞു. നേരെ മറിച്ച് കഴുത്തടിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാം. പക്ഷേ ഇത് കറക്റ്റ് ആണോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പടിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് വെട്ടിയായിരുന്നു. അത് ഞാൻ വെറുതെ ഒരു 2 പീസ് എടുത്തതായിരുന്നു. എത്ര അളവെന്നൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. ഇപ്പം ഞാനത് പറഞ്ഞു തരാം. അതായത് ഹുക്സ് വെക്കാനായിട്ട് നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള തുണി മതി. അപ്പോൾ നമ്മൾ അത്രയും വെട്ടിയിട്ട് ബാക്കി കളയുവാണ് കേട്ടോ. കണ്ടോ, ആ വീതിയിലുള്ള തുണി മതി ഹുക്സ് വെക്കുന്ന പടിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ആ നല്ല വശത്തോട് ചേർത്ത് ആ തുണി 2 പീസാക്കിയാണ് മടക്കി വെച്ചിരിക്കുന്നത്. അതങ്ങ് നമ്മൾ അടിച്ചു കൊടുക്കുക. 2ആയിട്ട് തന്നെ ഞാൻ അടിച്ചു കൊടുത്തു. ഇതല്ലാതെ രീതിക്കും അടിക്കുന്നവരുണ്ട്, ഈ രീതിക്കും അടിക്കാം. ഇതിപ്പം എന്താ പറയുക, പഠിക്കുന്നവർക്കൊക്കെ ഇതാണ് എളുപ്പം. മറ്റത് ഇനി കുറേ അടിപ്പൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ബുദ്ധിമുട്ട്. ഈ അയിപ്പടി നമ്മൾ ഒരു 2 ഇഞ്ച് വീതിയിൽ എടുക്കണം കേട്ടോ. 1 ഇഞ്ചല്ല, ഒരു 2 ഇഞ്ച് വീതിയിൽ എടുക്കണം. കാരണം അത് ഒന്നുകൂടി മടങ്ങി വരേണ്ടതാണ്. നമ്മൾ അയി വെക്കുന്ന ഭാഗം ഉള്ളിലേക്ക്, മറ്റേത് തുണിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുമല്ലോ, അയ്യൊക്കെ പിടിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ ബ്ലൗസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഈ രീതിക്ക് 2 ഇഞ്ച് എടുത്ത് തയ്ക്കണം. അപ്പോൾ അത് അകത്ത വശത്താണ്. നമ്മൾ ഹുക്സ് പടി വെച്ചത് നല്ല തുണിയിൽ പുറത്തെ വശത്ത് വെച്ചിട്ടാണ് തുണി അടിച്ചതെങ്കിൽ, മറ്റേത് വയ്ക്കുമ്പോൾ ലൈനിങ് പീസിൻ്റെ ആ വശത്ത് വെച്ചിട്ട് അടിച്ചിട്ടാണ് പുറത്തേക്ക് അടിപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് വീഡിയോ ഒന്ന് കണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അയിപ്പടിയുടെ അത് അധികം തന്നെ ഭാഗം അകത്തേക്ക് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കും. ഇനി നമ്മളിത് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ വയ്ക്കും, തള്ളി നിൽക്കും. എന്നാലേ നമുക്ക് അവിടെ അയി പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഏതെങ്കിലും ഭാഗം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ആ ഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഇങ്ങനെ ഞാനൊന്ന് തയ്ച്ച് പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് തയ്ക്കേണ്ടത് കൊണ്ടിട്ട് ഞാൻ നിർത്തി പറയാതെ അങ്ങോട്ട് തയ്ച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്ച്ചപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ബ്ലൗസൊക്കെ കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് തനിയെ ചെയ്ത് നോക്കാമല്ലോ ഇതൊക്കെ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നവരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും മെഷീനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ മെഷീൻ തന്നെ പരമാവധി എടുക്കാൻ നോക്കണം. സിംഗിൾ മെഷീനും മറ്റു സാധാരണ അമ്പർലാതൊന്നും യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ഇനി മേടിക്കാനിരിക്കുന്നവർ അത് മേടിക്കണ്ട, എല്ലാവർക്കും ഇത് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇതാണ് നല്ലത്. നമ്മൾ പലരും തയ്യൽ പഠിത്തം നിർത്തുന്നതുണ്ടല്ലോ ഈ മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നത് കൊണ്ടാണ്. മറ്റതൊക്കെ എന്താ പറയുക, ഒരു ചവിട്ട് കഴിയുമ്പോൾ നൂല് പൊട്ടും, അത് പൊട്ടും, ഇത് പൊട്ടും. ഈ മെഷീനാകുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പരമാവധി എല്ലാവരും ഇങ്ങനത്തെ തന്നെ മേടിച്ചാൽ നമുക്ക് തയ്യലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം ഞാനത് ആ ഹുക്സിൻ്റെ ആ തുണി അകത്തേക്ക് വെച്ച് അടിച്ചായിരുന്നു. അപ്പോൾ ഹുക്സിൻ്റെ പടി റെഡിയായി. ഇനി അയിയുടെ പടി അടിക്കുകയാണ്. ഇപ്പം അയിയുടെ ഹുക്സ് ഇങ്ങനെ മടക്കി അകത്തേക്ക് വെച്ചിട്ട്
ഉണ്ടാ ആ പീസൊക്കെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഹുക്സിൻ്റെ അങ്ങ് അടിപ്പെടുക്കും. അപ്പോൾ ഹുക്സിൻ്റെ അടിപ്പൊരെണ്ണം പുറത്ത് കാണും കേട്ടോ. അത് പിന്നെ നമ്മൾ സാരി കവർ ചെയ്യുന്ന കൊണ്ടിട്ട് ആ അടിപ്പൊന്നും അത്ര കാണത്തില്ലല്ലോ. അവിടെ അടിച്ചെടുക്കും. അവിടെ അടിച്ച് തന്നെ എടുക്കണം. ഹെമ്മിങ് ചെയ്താലൊന്നും ഹുക്സ് അവിടെ എപ്പോഴും അഴിഞ്ഞു പോകും. അതുകൊണ്ട് അവിടെ അടിച്ചെടുക്കും. സാരി കവർ ചെയ്യുന്നതുകൊണ്ട് ആ അടിപ്പ് കാണത്തില്ല, കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ആ ബാക്ക് പീസിലേക്ക് ഈ വശം അങ്ങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ബാക്ക് പീസ് ഞാൻ പതിച്ചടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഷോൾഡർ നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ആ ബാക്കിൻ്റെ ലൈനിങ്ങിൻ്റെ വശം ഞാൻ തുറന്നിട്ടിട്ട് ആ വശത്തോട് ചേർത്ത് ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് അതങ്ങ് ലൈനിങ് തുണി വെച്ച് അകത്തോട്ട് ആക്കി കവർ ചെയ്ത് അതടിക്കും. അപ്പോൾ അവിടെ നമുക്ക് അടിപ്പ് വശമൊന്നും കാണത്തില്ല. ഇത് ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ചുരിദാറിനൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ മതി. അപ്പോൾ ആ അടിപ്പ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് അവിടെ കാണത്തില്ല, കണ്ടോ, അകത്തേക്ക് പോയി ആ തുണിയെല്ലാം. അങ്ങനെയാണ് അടിച്ചെടുത്തത്. ഇനി നമ്മൾ സാധാരണ പോലെ ബാക്കിൻ്റെയും 4 വശവും ലൈനിങ് നല്ല തുണിയോട് ചേർത്ത് അടിച്ചിട്ട് നല്ല തുണി കൂടുതൽ വന്നേക്കണതൊക്കെ ബാക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തുണി വലിച്ച് പിടിക്കരുത്. പിന്നെ അകത്തൊന്നും കുടുങ്ങി കിടക്കാതെ അടിക്കാനും ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇത് വൃത്തിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. കുടുങ്ങി പോവുക അല്ലെങ്കിൽ വലിച്ചടിച്ചാൽ തുണി എങ്കോണിച്ചൊക്കെ പോയെന്നാൽ അതിൻ്റെ ആ ഭംഗി പോകും. അപ്പം നമ്മൾ പരമാവധി പതിയെ ഒന്ന് തുടക്കക്കാരൊക്കെ ഒന്ന് പതിയെ ഒന്ന് അടിച്ചെടുക്കാൻ ശ്രമിക്കണം. പിന്നെ തുണി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് 4 വശമൊക്കെ ഒന്ന് പിൻ ചെയ്തിട്ട് അടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. ഇത് എത്ര രൂപയാണ് ഇപ്പോൾ ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യണതിന് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തയ്ക്കുകയും ചെയ്യാം, പൈസയും കൊടുക്കണ്ട. എത്ര രൂപ കൊടുക്കണം. പിന്നെ നമ്മൾ പറയുന്ന സമയത്തൊന്നും ചിലപ്പോൾ കിട്ടുകയുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ചറിയാവുന്നവരൊക്കെ പരമാവധി പഠിച്ച് ചെയ്യുക. അപ്പം ഞാൻ ബാക്കിലൊരു പീസ് ചെറുത് വെട്ടിയെടുത്തായിരുന്നില്ല. ഇത് ബാക്ക് ഇങ്ങനെ മറിച്ചടിക്കാനാണ്. അപ്പം അത് 1 ഇഞ്ച് വീതിയിൽ വെട്ടിയിട്ട് അതൊന്ന് പതിയെ ഒരരിക അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ വെട്ടിയെടുത്തത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് ബാക്കി നമ്മൾ അതിലോട്ട് നല്ല വശത്തോട്ട് ഇപ്പോൾ ആ മടക്കി അടിച്ച ആ ഒരു ഇത് ഞാൻ വെച്ച് കൊടുക്കും. അപ്പോഴേക്കും എൻ്റെ നൂല് പൊട്ടിപ്പോയി. നൂല് പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നൂല് പൊട്ടിപ്പോയി. ഇതിപ്പോൾ ഞാൻ കുറേ നാളായി തയ്ച്ചിട്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. അപ്പം ഞാനത് നല്ല വശത്തോട്ട് ആ തുണി വെച്ച് കൊടുത്തിട്ട്, അപ്പം അതിൻ്റെ അടിപ്പ് ഭാഗം മോളി വരും. അപ്പോൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ അതകത്ത് വന്നോളും. ഇപ്പം നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാം. നല്ല വശത്തോട് അതിൻ്റെ ഇപ്പം അതിൻ്റെ നല്ല വശം കറക്റ്റായിട്ട് വന്നു. ഇനി പതിച്ചടിക്കുമ്പോൾ നമ്മളെപ്പോഴും ലൈനിങ് പീസിൽ അടി വരണം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി, നല്ല തുണിയിൽ അടി വരരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഞാനിതിന് ലൈനിങ് ഇടാത്തതുകൊണ്ട് അടിച്ച് മറിക്കൽ അങ്ങനെയുള്ള ഇതൊന്നും, ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് മറിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് വീതിയിൽ അത്രയും കൂടി ഞാൻ സ്വിങ് അലവൻസ് താഴേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അളവ് കഴിഞ്ഞിട്ട് തയ്യൽ ആ കറക്റ്റ് അളവിന് വേണ്ട നീളത്തിനേലധികം തുണി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 3/4 ഇഞ്ച് വീതിയിൽ അത് നമ്മൾ ലൈനിങ് ഇടാത്ത ബ്ലൗസിനൊക്കെ കണ്ടിട്ടില്ലേ ഹെമ്മിങ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ ഹെമ്മിങ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ വെറുതെ ഒന്ന് അടിക്കുക. നല്ല വശത്തുനിന്ന് അകത്തേക്ക് ചീത്ത വശത്തേക്ക് നമ്മൾ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. എന്നാലേ അത് ആ വൃത്തിക്ക് കിട്ടുകയുള്ളൂ. അപ്പം അത് ഞാൻ അയൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഞാൻ അകത്തേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല വശം, മറ്റേതും അത് അകത്തേക്ക് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല വശവും ഞാൻ കാണിക്കുകയാണ്. ഇനി നല്ല വശവും കൂടി കൂട്ടിയിട്ടിട്ട് ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയില്ലായിരുന്നു. കൈയും നമ്മൾ കുറച്ച് കുഴിച്ചൊന്ന് വെട്ടണം, ഒരു ഷേപ്പിൽ തന്നെ.
കണ്ടോ, അങ്ങനെ ഒന്ന് വെട്ടിക്കളയണം. എന്നാലേ ആ ഫ്രണ്ട് അണ്ടർആർമിൻ്റെ അവിടെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ, കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ കുടുങ്ങിയൊക്കെ കിടക്കൂലേ, അതിങ്ങനെ വരുന്നതുകൊണ്ടാണ്, കൂടുതൽ തുണി അവിടെ ഉള്ളതുകൊണ്ടാണ് കുടുങ്ങിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ലെവലിൽ നമ്മൾ തയ്ച്ചെടുത്തെന്നാൽ നമുക്ക് അങ്ങനെ കുടുക്കമൊന്നും ഇല്ലാതെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ കൈയുടെ നല്ല വശം വെച്ച് കൊടുക്കുക. അപ്പോൾ പഫ് സ്ലീവാണ്. അപ്പോൾ ഈ അറ്റം തുടങ്ങി അടിച്ച് വരുമ്പോൾ നമുക്ക് മേളിൽ ഞാനവിടെ ഒരു ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഷോൾഡറിൻ്റെ ആ വശം ഒപ്പം എത്തണമല്ലോ. അപ്പോൾ അവിടെ ഒരു കുടുക്കം വരും, അതായത് തുണി കൂടുതലുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കുന്ന ഭാഗമൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്ത് തരാം കേട്ടോ. കേട്ടോ, ഇപ്പം ഞാനത് അവിടെ കൂടുതലുള്ള ഭാഗം ആ ടെക്ക് പോർഷനും ജോയിൻറ്റിൻ്റെ ആ ലെവലും നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗവും കൂടി വരുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് കൈയിൻ്റെ അവിടെ തുണി കൂടുതൽ വരും. ആ തുണിയാണ് നമ്മൾ അവിടെ ചുരുക്കിട്ടത്. ഇപ്പം അതിൻ്റെ ടക്ക് ലെവലായി, കറക്റ്റായി. ഇനി നമ്മൾ ഇപ്പുറത്തേക്കും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തുണി വരും. അപ്പോൾ ആ വശവും ഇപ്പം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പകുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് വശത്ത് നമ്മൾ ചെറിയ 2-3 ചുരുക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പഫ് സ്ലീവായി. 2-3 ഫ്ലെയർ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ കറക്റ്റായിട്ട് ആ ലെവൽ എത്തിക്കിട്ടി. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള എനിക്കൊരു ചെറിയ പഫ് മതിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. കണ്ടോ, ചെറിയൊരു പഫ് സ്ലീവ് കിട്ടി. അപ്പോൾ ഈ അടിപ്പൊക്കെ നമ്മൾ 2 അടിപ്പ് ഇടണം. ഇനി അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഉണ്ടോ, അതുപോലെ തന്നെ നല്ല വശത്തേക്ക് നല്ല തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ അറ്റം തുടങ്ങി നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കൈയിൻ്റെ അവിടെ ഒരു ടക്ക് ഇട്ടിട്ടുണ്ട്. മറ്റ് 2 ജോയിൻ്റ് ചെയ്തേക്കുന്ന ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ തുണിക്ക് അവിടെ ഒരു കുടുക്കം വരും. ആ കുടുക്കത്തിൽ നമ്മൾ ഒന്ന് അത്രയും ഭാഗം ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു ചുരുക്കായി അവിടെ. ഇത്രയേ ഉള്ളൂ, ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് കഴിയും. കണ്ടോ, ചെറിയൊരു പഫ് കിട്ടി. ഇപ്പം നമ്മൾ 2 സ്ലീവും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുത്താൽ മതി. ഇപ്പം എനിക്കിവിടെ മാർക്കറൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മോളുടെ ഒരു ക്രയോൺസ് വെച്ചിട്ടാണ്, അവൾ തന്ന ക്രയോൺ ആണെങ്കിൽ സെയിം കളറുമായിരുന്നു, ഓറഞ്ച് ഒരു ഷെയ്ഡ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരക്കുമ്പോൾ അത്ര മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട്, അതായത് കൈവണ്ണത്തിൻ്റെ അളവിൽ നിന്ന് കൈക്കുഴിയുടെ അളവിലേക്ക് ഞാൻ ആ കൈ വെട്ടുന്ന വിധം നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു. ആ കൈക്കുഴിയുടെ അളവോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ആ അരികു പിടിച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചിട്ട് അതങ്ങ് അടിച്ചെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇവിടേക്ക് നമ്മൾ 2-3 അടിപ്പ് കൊടുക്കാം കേട്ടോ, അപ്പുറത്തേക്ക്. കാരണം നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വണ്ണമൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് എടുത്ത് അടിക്കാൻ നിൽക്കണ്ട. നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 അടിപ്പ് ഇട്ടാലും മതി. മെഷീനൊക്കെ ഇപ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മളൊരു ആ ഭാഗത്തൊരു 2-3 അടിപ്പ് വരെ ഇടാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അഴിച്ചെടുത്തോളൂല്ലോ, അല്ലെങ്കിൽ അടിപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരും. അപ്പോൾ ആ 2 വശവും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്ക് പോർഷൻ ഹെമ്മിങ് ചെയ്യാനില്ല, കാരണം നമ്മൾ നെക്ക് അടിച്ച് മറിച്ചിരിക്കുകയാണ്. പക്ഷേ സ്ലീവിൻ്റെ ആ താഴെ ഭാഗത്ത് ഞാൻ ഒരു 3/4 ഇഞ്ച് വീതിയിൽ മടക്കി അകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, സ്ലീവിന് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഭാഗം ഞാൻ ഹെമ്മിങ് ചെയ്തെടുത്തു. അതുപോലെ ബാക്കിൽ നമ്മളൊരു പടി വെച്ചിട്ട് അടിച്ച് മറിച്ചായിരുന്നു. ആ ഭാഗത്തൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ച് വെച്ചെന്നല്ല. നമ്മൾ വിചാരിക്കും സെയിം കളർ നൂലാൽ അടിക്കാം, പക്ഷെ അടിച്ച് വെച്ചെന്നാൽ ആ ഭംഗി വരത്തില്ല. നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഹെമ്മിങ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇതാണ് ബ്ലൗസിൻ്റെ ഭംഗി. അടിപ്പൊന്നും പുറത്ത് കാണരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്ച്ചെന്നാൽ നമുക്ക് തന്നെ തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും രൂപ കൊടുത്തൊന്നും നമ്മൾ പുറത്ത് അത് തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ. എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കാൻ ശ്രമിക്കണേ. അപ്പം ഞാനത് ഹെമ്മിങ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹുക്സും ഐയും പിടിപ്പിക്കണം. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഹുക്സ് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ പഴയ ഏതെങ്കിലും ബ്ലൗസിൻ്റെ ഹുക്സ് എടുത്തിട്ട് വേണം ഇതിലേക്ക് വെക്കാൻ, കാരണം ഇതെനിക്ക് നാളെ ഇടേണ്ടതാണല്ലോ, അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നാണ് ഓർത്തത്. ഇപ്പോൾ കുറേ നാളായിട്ട് തയ്ക്കാത്ത കാരണം ഞാൻ ഹുക്സൊന്നും മേടിച്ച് വെച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ നമ്മൾ തന്നെ തയ്ക്കുന്ന കാരണം കുഴപ്പമില്ല. ആ ബ്ലൗസിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം, ഇതിൽ നിന്നെടുത്ത് അങ്ങോട്ട് വയ്ക്കാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പൊക്കെ അടിച്ചിട്ടുണ്ടാവും, കാരണം രാത്രിയായി. ഞാനിപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാണ് ഇത് തയ്ക്കാനിരുന്നത്. എനിക്ക് ഇപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞ കാരണം ഞാൻ തയ്ച്ചെടുത്തതാണ് കേട്ടോ. കാരണം ബ്ലൗസൊന്നും ഫിറ്റിങ്സ് കറക്റ്റ് ആവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാനത് ഹെമ്മിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹെമ്മിങ്ങൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അത്യാവശ്യം തയ്ക്കുന്നവർക്കെല്ലാം ഹെമ്മിങ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഹെമ്മിങ്ങിലൊക്കെയാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവരും വൃത്തിക്ക് തന്നെ ചെയ്യണം. ഇപ്പം ഞാനിരുന്ന് ഹുക്സ് തപ്പുവാണ്, ഹുക്സ് ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഇതിന് മുമ്പ് ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, അല്ലാതെ കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്യണേ. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ്. ഇഷ്ടമായെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ എളുപ്പത്തിലൊരു ബ്ലൗസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തയ്ച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ബ്ലൗസ് റെഡിയായി. കണ്ടപ്പോൾ എനിക്ക് പൈസയൊന്നും ചിലവാക്കാതെ പെട്ടെന്ന് തന്നെ, അതും ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയലായിരുന്നു, അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബ്ലൗസ് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.